ഹായ് ഓൾ, അസ്സാം വലൈക്കും, നമസ്കാരം. ഹസീന ഉബൈദ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ നാട്ടിൽ പുറത്തൂർ പടിഞ്ഞാറേക്കര ബീച്ച് ഫെസ്റ്റാണ്. നല്ല അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നല്ലോ, മാഷാ അല്ലാഹ്. ശരിക്കും എൻജോയ് ചെയ്തൊരു പരിപാടിയാണ്. നമ്മളെ നാട്ടിലുള്ള പരിപാടിയൊക്കെ ആകുമ്പോൾ നല്ല രസമാണല്ലോ അല്ലേ നമ്മൾക്കൊക്കെ. അപ്പോൾ ഇതാ ജെസ്സി വന്നിട്ടുണ്ടായിരുന്നു. ജെസ്സി അന്ന് വന്ന് രണ്ടാമത്തെ ദിവസം വന്ന് അവളെ വീട് ചങ്ങരംകുളമാണ് കേട്ടോ. അപ്പോൾ അവളും ഹസ്ബൻഡും അവരെ വീട്ടിൽ നിന്ന് അവളെ ഭാബിയും ഇക്കാക്കിയും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ, ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് പോകുന്നത്. രണ്ടാമത്തെ ദിവസമാണ് ഇത് കേട്ടോ. ഇപ്പോൾ ഇന്നിപ്പോൾ അവിടെ നമ്മുടെ സമീർ ബിൻസിയും ഇമാം മജിബൂറും ഒക്കെ വരുന്നുണ്ട്. അവരുടെ ടീമൊക്കെ ഉണ്ട്. അവരുടെ കവാലിയൊക്കെ ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസം. അവർ മുന്നൊരു ദിവസം ഇതുപോലെ നമ്മളെ ബീച്ചിൽ കഴിഞ്ഞൊരു ഫെസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും അവരുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മളെ ഫാസിലബാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമീർ അവരുടെ പ്രോഗ്രാമൊക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ശരിക്കില്ല അതിലങ്ങോട്ട് മുഴുകി പോകും. അത്ര നമ്മളെ എന്താ പറയുക, ഓഡിയൻസിനെ കയ്യിലെടുക്കാനുള്ളൊരു കഴിവ് അവരുടെ പാട്ടിനും അവർക്കൊക്കെ ഉണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, അടിപൊളിയായിരുന്നു. പിന്നെ അപ്പോൾ ഇതാ നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. മാഷാ അല്ലാഹ്, ആങ്കറിങ് ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവരുടെ സംസാരം തന്നെ കുസൃതി ചോദ്യം പറഞ്ഞു. ഉത്തരം താറാവ്. ആരാ പറഞ്ഞത്? ഒരു കയ്യടി കൊടുക്കുക. ഉത്തരം തെറ്റാണ്. യെസ്. എങ്ങനെ നടത്തിവിട്ടാലും നേരെ നടക്കാത്തതാര്? 5 പെട്ടെന്ന് പറയണ. 5. ഇനിയാണ് ഞാൻ ക്ലൂവിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. ക്ലൂവിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉത്തരം അറിയുന്നവരെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഒരു കുസൃതി ചോദ്യം ചോദിക്കുന്നതിനിടയിൽ സമീർ ബിൻസിയും ടീമും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. അവരെ ടീമിലുള്ള എല്ലാവരും ഇതാ സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾക്ക് കുറച്ച് സമീർ ബിൻസിൻ്റെ പാട്ടുകളൊക്കെ നമ്മൾക്കൊന്ന് കേൾക്കാം. ഉള്ളം എപ്പോൾ ജ്ഞാനനിർഭരമാകുന്നുവോ ആ സമയമാണ് ഏറ്റവും നല്ല മൗനം സംഭവിക്കുന്നത്. ഉള്ളിൽ തന്നെയാണ് നിന്റെ നരകം, ഉള്ളിൽ തന്നെയാണ് നിന്റെ സ്വർഗം. നിന്നിൽ എപ്പോൾ പ്രണയമില്ലയോ, ദിവ്യപ്രണയം നിന്നിൽ എപ്പോൾ ഇല്ലയോ, അത് നരകം. അതെപ്പോൾ ഉള്ളിൽ നിറഞ്ഞ് കവിയുന്നുവോ പറയും ഞാനാഷത്ത്. പലരും നമ്മളെ പിരാന്തനാക്കണം, പലരും നമ്മളെ പിരാന്തനാക്കണം. തുടരും ഞാനീ പോക്ക്. എല്ലാവർക്കും ചേർത്ത് പാടല്ലേ? ഓക്കെ അല്ലേ? പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവും നടന്നു, മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാ
മൂന്നാമത്തെ ദിവസമാണ്. ഫസ്റ്റിലത്തെ ദിവസം ഞാൻ വന്നിട്ടില്ലേന്ന്. രണ്ടാമത്തെ ദിവസത്തെ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ സമീർ ബിൻസിൻ്റെ ഇതൊക്കെ കണ്ടത്. മൂന്നാമത്തെ ദിവസമാണ്. ഈ ഒരു ദിവസം ഇവിടെ നല്ല ഘോഷയാത്ര ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിതാ ശിങ്കാരിമേളത്തിൻ്റെ ആൾക്കാരാണ് കേട്ടോ ഇവർ വന്നിട്ട് അവിടുന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഒരു ക്രൂസറിൽ വന്നിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ അങ്ങനെ ചേഞ്ച് ചെയ്യുക ഇതൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പോയി ഒരു സെൽഫിയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒന്ന് പരിചയപ്പെട്ട് സ്ഥലമൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതിൽ ഈ ഒരു ചേച്ചി ഇതാ ഈ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുള്ള ഒരു ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ മോൾക്ക് ഒരു ഫോട്ടോ എടുക്കാനാണ് എല്ലാവരും വരിയും വന്ന് വരിക്ക് നിൽക്കുന്നൊക്കെ അവരിങ്ങനെ അവരെ വിളിക്കുന്നു. രാമനാട്ടുകാരെ വാഴയൂർ അല്ലേ. പോയി പോര്. ഇപ്പോൾ അതാ സെൽഫി എടുക്കാനൊക്കെ അവർ നിന്ന് തന്നപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്ഥലം അവർ രാമനാട്ടുകര വാഴയൂർ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ അവരതാ നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ഘോഷയാത്ര ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ അത് അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും കൂടി വരാൻ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഘോഷയാത്ര ഒക്കെ ഒന്ന് കാണാം. അതിൻ്റെ കൂടെ ദഫ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ കോടൊക്കെ പിടിച്ചിട്ട് പിന്നെ എല്ലാവർക്കും ഡ്രസ് കോഡൊക്കെ ആയിരുന്നു. മാഷാല്ലാ നല്ല രസമുണ്ടായിരുന്നു. സെറ്റ് സാരി പിന്നെ പല കളറിലുള്ള സാരികളും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഡ്രസ് കോഡായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. സമിതി പ്രവർത്തകരും അണിനിരക്കണം. ആ നിലയിൽ ഇരുഭാഗത്തും മുത്തുകുടകൾ ഏന്തിയിട്ടുള്ള വനിതകൾ ഈ ജനപ്രതിനിധികളുടെയും സംഘാടക സമിതിയുടെയും ഇരുവശങ്ങളുമായിട്ട് അണിനിരക്കണം. അതിനുശേഷം ഇപ്പോൾ ഇതാ അവർ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സൗണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. ഇതിൽ പല സൗണ്ടും ഉണ്ട്. അപ്പോൾ ഇനി കോപ്പിറൈറ്റ് കിട്ടുമോ? ഇത് നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ ഇത് കേൾക്കാൻ. ശിങ്കാരി മേളത്തിൻ്റെ അതൊക്കെ കൊട്ടൊക്കെ കേൾക്കാൻ. ഇപ്പോൾ ഇതാ ഇതിൽ സെറ്റ് സാരി അതിലേക്ക് പച്ച ബ്ലൗസ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെ അവിടെ നറുക്കെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കിട്ടിയവർക്ക് ഒരു ഗോൾഡ് കോയിനൊക്കെ ആയിരുന്നു കേട്ടോ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് കിട്ടിയ ഇതാ ഇവിടെ ഇതിൽ ഉണ്ട്. അവർ ഈ ലാസ്റ്റ് ഇത് ഈ കൈ കെട്ടി ഇങ്ങനെ പോണ ആ റോസ് സാരിയും നീല ബ്ലൗസും ഇട്ടിട്ടുള്ള അഫ്സ ടീച്ചർ അവർക്കാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവർക്കത് കിട്ടിയപ്പോൾ. ഘോഷയാത്രക്ക് പോയി മാഷാല്ലാ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഘോഷയാത്രയിലേക്കൊക്കെ എല്ലാവരും വിളിച്ചതായിരുന്നു. പക്ഷേ ഞാൻ പോയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ ഒരു 7 മണിക്ക് ശേഷം അഴിമുഖത്തേക്ക് വന്നിട്ടുണ്ട്. ഫാസില ബാനുവിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ബീച്ച് ഫെസ്റ്റ് ഇവിടെ സീസൺ 2 സംഘടിപ്പിക്കുന്നതിൻ്റെ അവസാന ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ബീച്ച് ഫെസ്റ്റിലുണ്ടായ റീഷെഡ്യൂൾ കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ നിശ്ചയിച്ചിരുന്ന സെമിനാറുകൾ മാത്രമാണ് സംഘടിപ്പിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് നടത്താനിരുന്ന മുഴുവൻ ഇവന്റുകളും ഈ 3 ദിവസങ്ങളിലായി നടത്തപ്പെടുകയാണ്. നമ്മുടെ ഈ ബീച്ച് ഫെസ്റ്റ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിന് അവരുടെയും സഹായം ലഭിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സ്വാഗത സംഘം രൂപീകരണ യോഗത്തിലും തുടർന്ന് അതിൻ്റെ പ്രവർത്തകരായി മാറിയ സ്വാഗത സംഘം പ്രവർത്തകരെ ഒക്കെ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമാപന പരിപാടിയിൽ അതുപോലെ തന്നെയാണ് കുടുംബശ്രീ പ്രവർത്തകർ. ഞങ്ങളുടെ ഒരു 350ഓളം വരുന്ന കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് ഇപ്പം നടക്കുന്ന നറുക്കെടുപ്പൊക്കെ
അഫ്സൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ മനോഹരമായി ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. സ്നേഹനോ 97-47 കറക്റ്റ് ആണോ? അവസാനിക്കുന്നത് 59-44. അപ്പൊ ഇപ്പൊ തന്നെ ഇവിടെ പ്രൈസ് കൊടുക്കുക അല്ലെ? ഈ ഒരു പ്രോഗ്രാം നമ്മൾക്ക് വേണ്ടി നടത്തി തന്നത് കസവ് കേന്ദ്രയാണ്. കസവ് കേന്ദ്ര മഞ്ചേരിയിലുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ നല്ല ഓഫർ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കുട്ടികളൊക്കെ നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ വരാൻ പോകുന്നുള്ളൂ. അപ്പോഴത്തേന് തന്നെ അവിടെ നല്ല ഡാൻസൊക്കെയാണ്. ഈ നല്ല ക്ലൗഡായിരുന്നു കേട്ടോ. നല്ല ഒരുപാട് ആളുണ്ട്. അന്ന് പുതിയങ്ങാടി നേർച്ചയാണ്. എന്നിട്ട് കൂടി എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു പ്രോഗ്രാമിന് വരാൻ സാധിച്ചതിലും എല്ലാവരെയും കാണാൻ സാധിച്ചതിലും വലിയ സന്തോഷം. എല്ലാവർക്കും സുഖമല്ലേ? ഒന്ന് ഉഷാറായിട്ട് കൈയിടി പോരട്ടെ ആദ്യം തന്നെ. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ഇതിന്റെ എല്ലാ സംഘാടകർക്കും സ്പെഷ്യലി. ഇപ്പോൾ ഇതാ നമ്മളെ ഫാസിലബാനും ടീമൊക്കെ എത്തിയിട്ടുണ്ട്. സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി പാട്ടൊക്കെയാണ് കേട്ടോ പാടുന്നത്. എനിക്കൊരു പേടിയാണ് പാട്ട് കൊടുക്കാൻ. കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. അത് പേടിച്ചിട്ടാണ് ഞാൻ സൗണ്ടൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. നല്ല അറബിക് സോങ് ആണ്. അപ്പോൾ ഇതാ നല്ല 3 നല്ല ക്യൂട്ട് ബേബീസ് ഡാൻസും കളിക്കുന്നുണ്ട്. മാഷാ അല്ലാ നല്ല അടിപൊളിയായിരുന്നു അവരെ ഡാൻസ്. സൂപ്പർ മക്കൾ. ഇനി കുറച്ച് താഴേക്ക്. അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ നല്ല അടിച്ച് പൊളിച്ച് നല്ല പോലെ എൻജോയ് ചെയ്ത് നമ്മളിതാ തിരിച്ച് വീട്ടിൽ നിന്ന് പോരുകയാണ്. ഇപ്പോൾ നമ്മളെ പാലം പണിയൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ അടുത്ത മാസം ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനിതാ തോണി കയറി വരാനാണ്. അപ്പോൾ അതാണ് നമ്മൾക്ക് എളുപ്പം, ഒന്നും കൂടി എളുപ്പട്ടാ പോകാനും വരാനൊക്കെ. അപ്പോൾ ഈ തോണി കയറേണ്ട ആവശ്യം ഇനി വരില്ല പാലം പണി കഴിഞ്ഞാൽ. അപ്പോൾ തോണി ഞാൻ എത്തിയപ്പോൾ തന്നെ തോണിക്കാരൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ തിരിച്ച് വരുവോളം ഞാൻ അവിടെ നിന്ന്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ പുതിയ ഫ്രണ്ട്സുകളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ വീഡിയോക്ക് എല്ലാവരും ലൈക്കും കൂടി കൊടുക്കണം. പിന്നെന്താ എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണേ. ഫ്രണ്ട്സുകൾക്കും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.